ആട് 3യുടെ ട്രെയിലർ കണ്ടപ്പോൾ 17ാം നൂറ്റാണ്ടിൻ്റെ ആ സ്റ്റോറി കാണിക്കുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ എനിക്ക് അതിനകത്ത് പറയാനുള്ളത്, ശരിക്കും ഇത് 17ാം നൂറ്റാണ്ടിൽ നടന്ന ധർമ്മരാജാവിൻ്റെ സ്റ്റോറിയാണ് ജയസൂര്യയുടെ കഥാപാത്രം. ധർമ്മരാജാവിനെതിരെ ടിപ്പു സുൽത്താൻ യുദ്ധത്തിന് വരുന്നതും ആ ഒരു കൊച്ചിക്കിപ്പുറം കയറുമ്പോൾ കാല് തല്ലിയടിക്കുമെന്ന് രാജാ കേശവദാസ് പറഞ്ഞതും ആ ഒരു പുഴയുടെ പ്രശ്നം കൊണ്ടും ടിപ്പു സുൽത്താൻ തിരിച്ചു ഓടുന്നതും ഒക്കെയാണ് ഈ സ്റ്റോറിയിൽ വരുന്നത്. ആ ഒരു പുഴയും ആ ഒരു പാലവും ഒക്കെ അതാണ് കാണിക്കുന്നത്. പിന്നെ മാർത്താണ്ഡവർമ്മ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ഡച്ചുകാരുടെ പിൻതലമുറക്കാരനാണ് എനിക്ക് തോന്നുന്നു സാത്താൻ സേവരായിട്ടുള്ള ആ മറ്റേ മനുഷ്യൻ കാണിക്കുന്ന റോളെന്ന് തോന്നുന്നു. പിന്നെ അവിടെ ജന്മിയായിട്ടും പിന്നെ പല പല റോളുകളും അവിടെ ഇന്ദ്രൻസിൻ്റെ എല്ലാ കഥാപാത്രങ്ങളും ഈ കഥാപാത്രങ്ങളെല്ലാം 17ാം നൂറ്റാണ്ടിൽ ഉള്ള ആൾക്കാരാണ്. അതായത് ഇവർ ട്രെയിൻ ട്രാവൽ ചെയ്തു പോകുകയൊന്നുമല്ല, ഇവരുടെയൊക്കെ പുനർജന്മമാണ് ഇവരുടെയൊക്കെ പൂർവ്വജന്മമാണ് ഈ കാണിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം. ഇവരറിയുന്നില്ല, നമ്മളായിരിക്കും ഈ കണക്ഷൻ അറിയുന്നത്. ഈ ഒരു പക്ഷേ ജയസൂര്യയോ അല്ലെങ്കിൽ വിനായകനോ ഇവരാരും ഈ പഴയ കണക്ഷൻ അറിയത്തില്ല. ഇതാണ് എനിക്ക് ഇതിനകത്തുനിന്ന് തോന്നിയ ഒരു സ്റ്റോറി.